ഗൈസ്, ഞാൻ ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനു മുമ്പേ ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് പച്ചമുളക്, വറ്റൽമുളക്, പിന്നെ ഗരം മസാല, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിൽ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സാധനമില്ലേ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ തിരുമണം. എന്നാലേ അതിൽ ഫുൾ ഇതാവുള്ളൂ. അല്ല നമ്മൾ സ്പൂൺ കൊണ്ട് ഇതാക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇത് കിട്ടൂല. തിരുമ്മി വെച്ചേക്കണ ചിക്കന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ അതിൽ വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങിയിട്ട് ആ ഒരു മസാലയായിട്ട് പിടിക്കുള്ളൂ. എന്നിട്ട് പാനിലോട്ട് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. ഒരു കാര്യം പറയാൻ വിട്ടു ഗൈസ്, ഈ കാണുന്ന മല്ലിയില്ലേ നമ്മൾ നേരത്തെ അരച്ചതിന്റെ കൂട്ടത്തിൽ അരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ച് വേവിക്കണം. ലാസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ചിക്കൻ കറി? അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഒക്കെ ചെയ്യൂ. അപ്പോഴേക്കും ഞാൻ പോയി തിന്നിട്ട് വരാം ഗൈസ്. എപ്പോഴത്തെയും പോലെ വന്ന് പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പുതിയ സിനിമ കാണാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വന്നത് ഏരിയസ് പ്ലസിലാണേ. സിനിമയുടെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. അനശ്വരയുടെ സിനിമ കാണാനായിട്ടാണ് വന്നത്. പിന്നെ നമുക്ക് വന്ന് കയറിയ ഫുഡാണല്ലോ മെയിൻ. അതുകൊണ്ട് കുറേ സാധനങ്ങൾ ഇന്ന് നുള്ളിപ്പറക്കി വാങ്ങിയിട്ടുണ്ട് ഗൈസ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം ഭാഷ സെയിം ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ, സീ യു.